വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മണ്ണിൽ പണിയെടുക്കുന്നവർ സമരത്തിനിറങ്ങിയാൽ വിരട്ടി ഓടിക്കാമെന്ന് വിചാരിച്ച് കർഷക പ്രക്ഷോഭത്തെ വളരെ ലാഘവത്തോടെയാണ് ആദ്യം മുതൽ തന്നെ മോദിയും BJP സർക്കാരും കൈകാര്യം ചെയ്തത്. സമരം തുടങ്ങി ഒരു വർഷമായിട്ടും ഒരടി പിന്നോട്ടു പോകാതെ കർഷകർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി തെരുവിൽ കഴിയുമ്പോൾ കർഷകരുടെ ഈ പ്രതിഷേധം BJPക്ക് വലിയ തലവേദനയായി മാറുകയാണ്. ഹരിയാനയിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ച BJPയുടെ തോൽവിക്ക് ഒരു കാരണം കർഷക പ്രക്ഷോഭം തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കർഷക സമരത്തെ എങ്ങനെയും അടിച്ചമർത്തുക എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള ശ്രമത്തിലാണ് BJP നേതൃത്വം. കർഷക സമരത്തെ ഇല്ലാതാക്കാൻ കർഷകരെ പ്രകോപിപ്പിക്കുന്ന പരാമർശവുമായാണ് BJP MP രാംചന്ദ്ര ജംഗ്ര കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ജോലിയൊന്നുമില്ലാത്ത മദ്യപാനികളാണ് സമരം ചെയ്യുന്നത് എന്നാണ് മന്ത്രിയുടെ കർഷകർക്ക് നേരെയുള്ള ആരോപണം. എന്നാൽ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് പിന്നീട് ഹരിയാന സാക്ഷ്യം വഹിച്ചത്. ഹിസാർ ജില്ലയിൽ നർനൌഡ് നഗരത്തിൽ ഒരു ധർമ്മശാല ഉദ്ഘാടനത്തിനെത്തിയപ്പോഴാണ് BJP MPക്ക് കർഷക പ്രതിഷേധത്തിന്റെ യഥാർത്ഥ ചൂട് അറിയേണ്ടി വന്നത്. പ്രതിഷേധക്കാർ രാംചന്ദ്രനെ വളയുകയും കാറിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ചെയ്തു. മാത്രവുമല്ല, പ്രതിഷേധക്കാർ അദ്ദേഹത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. സമരക്കാരെ പോലീസ് പിരിച്ചുവിടാൻ നടത്തിയ ശ്രമം കയ്യാങ്കളിയിൽ അവസാനിക്കുകയായിരുന്നു. പോലീസും കർഷകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിലാണ് BJP MPയുടെ കാർ പ്രതിഷേധക്കാർ തകർത്തത്. രാംചന്ദ്ര എത്തുമെന്നറിഞ്ഞ് പ്രതിഷേധക്കാർ നേരത്തെ തന്നെ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത്. കർഷകരെ തടയാൻ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും അവരെ നിയന്ത്രിക്കാനായില്ല. കർഷകർ വേദിയിലേക്ക് ഇരച്ചു കയറുകയും സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. വിവാദമായ കാർഷിക നിയമങ്ങൾ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയും കർഷകർ മുദ്രാവാക്യം വിളിച്ചു. ജംഗ്രയെ പിന്തുണയ്ക്കുന്നവർ പ്രതിഷേധക്കാരുമായി എതിർത്ത് മുദ്രാവാക്യം വിളിച്ചതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥയായി. പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കർഷകർക്കും പരിക്കുണ്ട്. ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. തന്റെ കാറിന് കേടുപാടുകൾ വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് MPയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കർഷകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം റോത്തക്കിൽ ഗോശാലയിൽ ദീപാവലി പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ MPക്ക് സമാനമായ പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു. പരിപാടിക്ക് ശേഷമാണ് പ്രതിഷേധിക്കുന്ന കർഷകരെ കുറിച്ച് അദ്ദേഹം അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത്. പണിയില്ലാത്ത മദ്യപാനികളാണ് പ്രതിഷേധിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിഷേധിക്കുന്നവരാരും കർഷകരല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. കർഷക നിയമങ്ങളോട് എതിർപ്പില്ല. പ്രതിഷേധിക്കുന്നവർ ഗ്രാമങ്ങളിൽ നിന്നുള്ള തൊഴിലില്ലാത്ത മദ്യപാനികളാണ്. അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും എന്നതായിരുന്നു MPയുടെ പരാമർശം. ഇതാണ് കർഷകരെ പ്രകോപിപ്പിച്ചത്. കർഷക സമരത്തെ എങ്ങനെയും അവസാനിപ്പിക്കാനുള്ള BJPയുടെ അടുത്ത ശ്രമമാണിത്. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന് കർഷക സംഘടനകൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അവരെ ഭയപ്പെടുത്തുക, അതിലൂടെ സമരത്തെ പിരിച്ചുവിടുക എന്ന മാർഗമാണ് BJP സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഭയപ്പെട്ട് സമരം അവസാനിപ്പിക്കില്ല എന്ന കർഷകരുടെ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ലങ്കിപൂർ ഖേരിയിൽ BJP MPയുടെ മകൻ കാറുകയറ്റി കർഷകരുടെ ജീവൻ എടുത്തിട്ടും ഒരടി പിന്നോട്ട് പോകാതെ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. എന്തായാലും ക്ഷമ നശിച്ച് അടിക്ക് തിരിച്ചടി എന്ന രീതിയിലേക്ക് കർഷകർ എത്തിയ അവസ്ഥയിൽ BJP നേതാക്കളെ അവർ തെരുവിൽ ഇതിലും മോശമായ രീതിയിൽ നേരിടും എന്നതിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.